നമസ്കാരം, ന്യൂസ് നൗ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. നമ്മൾ കൂടെയുള്ളത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മളെ ചിത്രകലാകാരിയും അതുപോലെ തന്നെ കണ്ണനെ വരച്ച് നവമാധ്യമങ്ങളുടെ ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ ജസ്ന സലിമാണ്. അപ്പോൾ ജസ്ന സലിം ഇവിടെ ഒരു പരാതിയുമായിട്ടാണ് നിലവിലെത്തിയിരിക്കുന്നത്, ഒരു വധഭീഷണി പരാതി. അപ്പോൾ ഈ വധഭീഷണി പരാതിയുടെ ആധാരം, അതിൻ്റെ കാര്യകാരണങ്ങൾക്ക് നമുക്ക് ജസ്നയോട് തന്നെ ചോദിക്കാം. എന്താ ജസ്ന സത്യത്തിൽ പ്രശ്നം എന്താണ്? അല്ല, സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. വിളിച്ചിട്ട് മീറ്റപ്പിന് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് തവണ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ട്, ഇവിടെ വന്ന് പരാതിപ്പെടുമ്പോൾ ഇവർ പറയും ഇവിടെയല്ല, ഇത് സൈബർ ക്രൈമാണ്, നിങ്ങൾ കോടതിയിൽ കൊടുക്കണം എന്നറിയും. കോടതിയിൽ പോയിട്ട് വക്കീലിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം വക്കീൽ പറയും ഇത് കോടതിയിലല്ല എടുക്കേണ്ടിയ, പോലീസുകാരാ എടുക്കേണ്ടിയ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തിക്കുക. അപ്പം ഈ നടക്കൽ എനിക്ക് സ്ഥിരം പരിപാടിയായപ്പോൾ ഞാൻ എന്താക്കി, പിന്നീട് വിളിക്കുന്ന ആൾക്കാരുടേതൊക്കെ റെക്കോർഡ് ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയയിലായിട്ട് പോസ്റ്റ് ചെയ്യൽ തുടങ്ങി. കാരണം ഇവന്മാരൊക്കെ പോസ്റ്റ് ചെയ്യൽ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇവന്മാരൊക്കെ നാട്ടിലെ മാന്യന്മാരാണ്. അപ്പം മാന്യതയുടെ മുഖം അങ്ങ് അയിഞ്ഞു വീണി. ഈ അടുത്ത് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ചെങ്ങായിക്ക് എന്നെ കാണുമ്പോൾ എന്തോ തോന്നുന്നു പറഞ്ഞു. ഞാൻ അതേപോലെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. ഇവന്റെ ഭാര്യ വിളിച്ച് നിലവിളി. കാരണം അവർക്ക് അവളുടെ വീട്ടിൽ അറിഞ്ഞിട്ട് അവർക്ക് മോശമായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതൊന്ന് ഡിലീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇവരൊക്കെ നാട്ടിലും വീട്ടിലൊക്കെ മാന്യതയുടെ മുഖം ചവഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ആളറിയാതെ രാത്രിയൊക്കെ വിളിച്ചിട്ട് മീറ്റപ്പിന് താല്പര്യമുണ്ടോ, എനിക്ക് എത്ര റേറ്റ്, ഇതൊക്കെ ഇവര് ചോദിക്കുന്നത്. അതേപോലെ ഫോട്ടോയുടെ റേറ്റ് അല്ലേ ചോദിക്കുന്നത്, എനിക്ക് എത്ര റേറ്റ് എന്നൊക്കെയാ ചോദിക്കുന്നത്. അതേപോലെ ഇവർ കൈ വെട്ടും, കാല് വെട്ടും, തല വെട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ വായത്തോപ്പ് നടത്തുന്നുണ്ട് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അങ്ങനത്തെ രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് അതേപോലെ ഒരുത്തൻ വിളിച്ച് എന്നോട് ചോദിച്ചു മീറ്റപ്പിന് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പം, അല്ല മീറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ചോദിച്ചു ആരാ നിന്റെ ഉമ്മാനെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാനിത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തപ്പം ഇവന് കുറെ ആൾക്കാർ വിളിച്ച് തെറി വിളിക്കുന്ന പോലെ. അപ്പൊ ഇവന് രണ്ടാമത് എന്നെ വിളിച്ചിട്ട് എന്നെ എന്താ പറയാ, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും അതെന്താന്നുള്ളത് അറിഞ്ഞ് ആ ഭാഷ സംസാരിക്കുകയും, ഒരു ജിഷയുണ്ടല്ലോ ഇതിനു മുമ്പ് കൊല്ലപ്പെട്ടു പോയ, അവളുടെ അവസ്ഥയിലാക്കി മാറ്റിയിട്ട് അവൻ എന്നെ വെട്ടി 4-5 കഷ്ണാക്കുമെന്നും പറഞ്ഞിട്ട് ഒരു ഫുൾ റെക്കോർഡ് ഞാൻ ചെയ്ത് വെച്ച് കിട്ടോ. അപ്പൊ അതും കൊണ്ട് അതിന്റെ 2 ദിവസം മുമ്പ് ഒരു ശോഭ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വിളിച്ചിട്ട് ഇതേപോലെ ലൊക്കേഷൻ ധൈര്യം എൻ്റെ അയക്കടി, ഓള് വീട്ടിൽ വന്ന് വെട്ടും പോലും. ഇവലൊക്കെ ഈ വെട്ടാൻ മാത്രം വീട്ടിൽ ഞാനൊരു മനുഷ്യനല്ലാതെ വേറെ എന്തേട്ട വലി കാണുന്നതെന്നറിയില്ല. പിന്നെ വീടിന്റെ മുറ്റത്ത് നിറയെ പുല്ലുണ്ട് കേട്ടോ, അതുപോലെ വെട്ടിത്തരെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ആവുകയായിരുന്നു. അപ്പൊ ഈ ശോഭയും അതാ പറയുന്നത്. ശോഭ എന്ന് വെച്ചാൽ മൈനർ ആയിട്ടുള്ള 2 മക്കളാണ് എനിക്കുള്ളത്. അപ്പൊ ഇവർക്ക് കഞ്ചാവ് കലക്കി കൊടുക്കാൻ ഇല്ല വെച്ചാല് ശോഭ വന്ന് കലക്കി കൊടുക്കൂന്നാ പറയുന്നത്. അങ്ങനെ ഈ 2 ആൾക്കാരുടെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നത്. അപ്പൊ ആദ്യം ഈ വിളിച്ച് എന്നോട് ഈ തോന്നിവാസം പറഞ്ഞ ചെങ്ങായിയുടെ വോയിസ് ഞാൻ ഇവിടുത്തെ ഒരു പോലീസുകാരനെ കേൾപ്പിച്ചു കൊടുത്തപ്പോഴേക്ക് ഇതൊന്ന് കേട്ടിങ്ങനെ വെച്ച് കേട്ട് ഇതോ ഓനൊന്നും ചെയ്യാൻ പോണില്ല. അപ്പൊ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇതിനു മുമ്പേ എനിക്ക് വധഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് പരാതിപ്പെട്ട് ഇതോ ഒന്നും ചെയ്യാൻ പോണില്ല. ഇവര് തന്നെ പറയുന്നു ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് ഈ നാട്ടിൽ കൊലപാതകങ്ങളൊക്കെ കുറയുന്നുണ്ടോ? ഇതങ്ങാൻ എന്നെ വെട്ടി നുറുക്കിയിട്ട് പോയാൽ ഇവരെന്താ പറയാ, ആ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരു പരാതിയെങ്കിലും തന്നു നോക്കിക്കൂടായിരുന്നോ, എന്നതിന് ശേഷം ഞങ്ങൾ നടപടി എടുക്കൂലായിരുന്നോ എന്നൊക്കെ ഇവർ തന്നെ മാറ്റി പറയൂലേ. ഇത് ഇവർ തന്നെ ചെയ്ത വഴി ഇവർക്ക് തന്നെ ഇത് നിസ്സാരമായിട്ട് തോന്നുക. ഞാനും എൻ്റെ 2 മക്കളും ഒറ്റക്കാ വീട്ടിൽ, വലിയ അടിച്ചുറപ്പില്ലാത്തൊരു വീടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യത്തെ പേടിയില്ല, പക്ഷെ മക്കളുടെ കാര്യത്തെ പേടിയുണ്ട്. ആ ഒരു അമ്മ എന്ന നിലയിൽ, അത് ഏതൊരു അമ്മയാണെങ്കിലും അവർക്ക് പേടി ഉണ്ടാവും. ആ ഒരു പേടിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്ന് പരാതി കൊടുത്തത്. അപ്പോൾ പോലീസുകാർക്ക് ഇത് നിസ്സാരം. പോലീസുകാർക്ക് എന്നെ കാണുമ്പോൾ ചിരിയാ വരല്. കാരണം ദിവസം തന്നെ ഇങ്ങനെ പരാതിയായിട്ട് വന്നിട്ട് എത്രയാന്ന് വെച്ചിട്ടാ കൊടുക്കുക. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞല്ലോ പരാതി കൊടുത്തു എന്ന്. ഇപ്പോൾ തുടർച്ചയായിട്ട് ജസ്നയ്ക്കെതിരെ ഇങ്ങനെ പിന്നെ വധഭീഷണി അതുപോലുള്ള ഭീഷണികളൊക്കെ വരാനുള്ള കാരണം എന്താണ് ജസ്ന കണക്കാക്കുന്നത്? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഭീഷണി കൊടുക്കുന്നത് എന്താ വെച്ചാല്,
ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ കഴിഞ്ഞ ജൂൺ 1-ാം തീയതി എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഒരു വീട് വെച്ചു കൊടുത്തിട്ട് അതിൽ കയറി താമസമായിരുന്നു. അത് വീട് വെച്ചു കൊടുത്തത് കണ്ണനാൽ വരച്ച് കിട്ടിയ പൈസ കൊണ്ടായിരുന്നു ഞാൻ വീട് വെച്ചത്. അപ്പൊ ഞാൻ ഈ തട്ടത്തിന്റെ പേരിലാണ് എല്ലായിടത്തും ആക്രമിക്കപ്പെട്ടത്. അപ്പൊ ഈ തട്ടത്തെ ഞാൻ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി. അതിനൊരു വിധം ആൾക്കാർ എന്നെ ഇട്ട് സോഷ്യൽ മീഡിയയിലിട്ടും അല്ലാതെയും ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നും ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഇസ്ലാമിനൊരു നിയമമുണ്ട്, ആ നിയമപ്രകാരമാണ് ഞാൻ തട്ടമിട്ടോണ്ടിരുന്നത്. എൻ്റെ ഏതൊരു വീഡിയോ എടുത്താലും കാണാം എൻ്റെ പകുതി മുക്കാലും മുടി പുറത്താണ് ഉണ്ടാവുക. ഇസ്ലാം നിയമം അനുസരിച്ച് ഒരു ഇഴ മുടി പോലും എന്ന് വെച്ചാൽ ഒരു ഇഴ മുടി പോലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയല്ല ഞാൻ ഇത്രയും കാലം തട്ടിട്ടത്. ഈ തട്ടൊന്ന് തലേന്ന് ഊരിയപ്പോൾ ഇവർക്കാട്ട് എന്തോ പൊള്ളിയൂട്ട്. എന്നിട്ട് ഇവർ പറയുന്നു ഇവര് ജസ്റ്റ് മതം മാറിയ ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ലാന്ന്. ഇവർക്ക് കുഴപ്പമില്ലേ പിന്നെ ഇവരിങ്ങനെ ഇത് എന്നെ കണ്ണന്റെ ആക്കിയിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ കുറച്ച് ഹൈന്ദവ സ്ത്രീകൾ എന്ന് പറയണം കേട്ടോ. ഇതിനു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ആരോ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് എല്ലാവരെയും അടിച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന്. RSS BJP എന്ന് പറയപ്പെടുന്ന കുറച്ച് സ്ത്രീകൾ എന്നെ നിരന്തരം ഉപദ്രവിക്കൽ തുടങ്ങി. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അവരുടെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ RSSലും BJPയിലും വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, ഹൈന്ദവരായി ജനിച്ച് ഹൈന്ദവരായി വളർന്ന് ഹൈന്ദവരായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അങ്ങ് ഉയരത്തിൽ ഏതോ മതത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എത്തിപ്പെട്ടപ്പം അവർക്കത് സഹിക്കാൻ പറ്റുന്നതിലേക്കാട്ടിലും അപ്പുറമായി പോയി. അതുകൊണ്ട് കുറച്ച് ഹൈന്ദവ സ്ത്രീകളും എനിക്കെതിരെ, അതിലുള്ളതാണ് ഈ ശോഭ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പൂവങ്കൊല വെട്ടാൻ വരും എന്ന് പറഞ്ഞ ഈ ശോഭയും അങ്ങനെയാണ് ഈ രണ്ട് വിഭാഗക്കാർക്കും എന്നോട് ദേഷ്യം തോന്നാൻ കാരണം. അപ്പോൾ നിലവിലിപ്പം ഇങ്ങനെ ഫോണിൽ കൂടെയുള്ള വധഭീഷണി അതുപോലെ തന്നെ ആക്രമിക്കുന്നുള്ള ഭീഷണിയൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നേരിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ആക്രമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നേരിട്ട് ഇങ്ങനെ കേൾക്കണോ? ഇതുവരെ ഒരു മുസ്ലിം മതസ്ഥനോ ഒരു ഹിന്ദു മതസ്ഥനോ എന്നോടൊരു മോശമായിട്ട് ഇന്നേ വരെ പെരുമാറിയില്ല. കാണുമ്പോൾക്ക് കൈ തരും, കെട്ടിപ്പിടിക്കുകയും ചെയ്യും, മോളെ ഒരിക്കലും ഇത് നിർത്തരുതേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പിറ്റേത്തെ ദിവസം എൻ്റെ പേർക്ക് പോസ്റ്റ് ഇട്ടതാണ്. തലേ ദിവസം എന്നോട് പറയാം ഇനി ഒരു കാരണവശാലും കൃഷ്ണനെ വരെ നിർത്തരുതിട്ടോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പോയിട്ട് എൻ്റെ പേർക്ക് പോസ്റ്റ് ഇടുന്ന. അതുകൊണ്ട് നേരിട്ട് ആരും സംസാരിക്കുന്നില്ല. ഒക്കെ ഈ വാട്സപ്പ് കൂടിയും ഈ സോഷ്യൽ മീഡിയ കൂടിയും അതേപോലെ ഫോൺ കോൾ കൂടിയൊക്കെ മാത്രമേ എനിക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വധഭീഷണികൾ അതുപോലെ തന്നെ ഭീഷണികൾ ഉണ്ടായാൽ തുടർന്ന് പരാതികളായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒത്തിരി പരാതിപ്പെടാൻ വരണോ? ഇപ്പൊ തന്നെ വന്നിട്ട് എന്താ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഒരു പോലീസുകാര് ഒരു സ്ത്രീയും 2 മക്കളും കയറി ചെല്ലാണ്. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാ? ഇവര് കാവലുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഞാനെന്നില്ല എല്ലാരും അങ്ങനെയാ. വിളിച്ചാ വിളിപ്പുറത്ത് ഇവരില്ലേ എന്നുള്ള ധൈര്യത്തിലല്ലേ നിങ്ങളും ഞാനൊക്കെ കിടന്നുറങ്ങുന്നത്. അവിടെ ഒരു ഇത്രയും വലിയൊരു വിഷയമായിട്ട് അവൻ സൈക്കോ ആണോ എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? അവൻ അഥവാ സൈക്കോ ആണെങ്കിലോ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് ഒരു വലിയൊരു സംഭവമായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് ഒന്നും സംഭവിക്കും. നിസ്സാരം, വെറും നിസ്സാരയാക്ക്. അല്ല, കാരണം പോലീസുകാർ പറയുന്നത് വെച്ചാൽ ജസ്ന തുടർച്ചയായിട്ട് ഇങ്ങനെ പരാതികൾ വന്ന് പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ല സംഭവം എന്താ വെച്ചാൽ അവർ കരുതുന്നതായിരിക്കും. കാരണം ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ലല്ലോ. അതിന്റെ നാളെ നടക്കൂല. നമ്മള് പണ്ടേ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, പുലി വരുന്നേന്ന് പറഞ്ഞ് ഒരു ദിവസം പുലി വരുമ്പോ എന്താ ഉണ്ടാവുക? ഇവിടെ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതേമാതിരിയാണ്. ഇവരൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ഒരു ദിവസം സംഭവിക്കുമ്പോ അയ്യോ ആ കൊച്ചു ഞങ്ങളോടൊന്നും പറഞ്ഞത് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവര് തന്നെ അന്വേഷണമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറി. നിലവിൽ പരാതി കൊടുത്ത് റെസീറ്റ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അവരെ വിളിപ്പിക്കാന്ന് പറഞ്ഞ് ഒരുത്തി പത്തനംതിട്ടയാണ് എന്ന് പറഞ്ഞപ്പോ ഓക്ക് മുൻഗണന കൊടുക്കുക. പത്തനംതിട്ടക്കാരിയാണ്, ഓക്ക് ചെറിയ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ആ സാറ് ആ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് കേട്ടപ്പോ ഞാൻ തന്നെ ഇങ്ങനെ കണ്ണ് തള്ളിപ്പോയി. അപ്പൊ താങ്കൾക്ക് എപ്പോഴാ വരാൻ കൂടുക? ആ കൂടുന്ന ദിവസം ഒന്ന് താങ്കൾ ഒന്ന് പറയണട്ടോ. ഏത് മൈനറായിട്ടുള്ള 2 മക്കളാ വെട്ടിക്കൊല്ലൂന്നും കഞ്ചാവ് കുടിപ്പിക്കൂന്നും പറഞ്ഞ ഒരു സ്ത്രീനോട് ഇത്ര മാന്യമായ രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുക? നമ്മൾ പരാതിയായിട്ട് ചെന്നാല് നമ്മൾ എന്തോ മോശക്കാര്.
ഈ സ്ഥിരമായിട്ട് പരാതി കൊടുക്കുന്നോണ്ടാണെങ്കിൽ ഇവർക്ക് ഇതിനൊരു നടപടി ഉണ്ടാക്കി തന്നൂടെ. ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ട് ഇവര് നിലവിൽ ഏതെങ്കിലും കേസിന് ഒറ്റൊന്നിനും എനിക്ക് നീതി കിട്ടിയില്ല, ഒന്നിനും നീതി കിട്ടിയില്ല. ഏതെങ്കിലും ഒന്നിന് നീതി കിട്ടിയില്ലെങ്കിൽ ഇവരെ ഞാൻ സെല്യൂട്ട് അടിച്ചേനെ. ഞാനിങ്ങനെ പറഞ്ഞു, ഞാനും 2 കുഞ്ഞുങ്ങളും ഒറ്റക്കാണ്, അടിച്ചോട്ടമില്ലാത്ത വീടാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം. ആവശ്യമുണ്ടായിട്ടല്ല, ഒരു ചോദ്യം എന്ന് പറയുന്ന ആരും ആഗ്രഹിക്കുന്നു. നമുക്ക് ധൈര്യം എന്ന് പറയുന്നത് വേണ്ട, രണ്ടൊരു വാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുക, അതും അവർ ചെയ്തിട്ട് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പറയിച്ചില്ലല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കേസിന് തുടർ നടപടി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് സമാശ്വസിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ജസ്റ്റ് പറയുന്ന ഇതാണ്, പോലീസുകാരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നീതി കാര്യങ്ങൾ ഇതുവരെയുള്ള കേസിനൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജസ്നയുടെ പരാതിയും. ക്യാമറമാൻ ശ്രീലേഖനൊപ്പം RJ സുഭാഷ്, ന്യൂസ് നൗ മലയാളം.